ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബ്ലെസ്സിങ് ടി ജോൺ. ഞാൻ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനായി വർക്ക് ചെയ്യുന്നു. എൻ്റെ MBBS കാലഘട്ടത്തിൽ എനിക്ക് പലയധികം സ്ട്രെസ്സുകളും പലയധികം വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എന്നറിയാമല്ലോ, MBBS എന്ന് പറയുമ്പോൾ പല വിഷയങ്ങൾ പല വർഷങ്ങളിലായി നല്ല കട്ടിയുള്ള വിഷയങ്ങളാണ് പഠിക്കാനുണ്ടായിരുന്നത്. 2ാം വർഷവും 3ാം വർഷമൊക്കെ എത്തുമ്പോൾ അതിൻ്റെ കട്ടി കൂടിക്കൂടി വരുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ ദൈവത്തിലായിരുന്നു വളരെ ആശ്രയമായിരുന്നത്. ആ ദൈവത്തിലുള്ള ആശ്രയത്തിന് എന്നെ സഹായിച്ചത് എൻ്റെ ജീസസ് യൂത്ത് ഫോർമേഷൻ ആയിരുന്നു, ജീസസ് കൂട്ടായ്മയായിരുന്നു. ഞാൻ എൻ്റെ സീനിയേഴ്സ് എല്ലാം വിളിച്ച് എന്നെ അവിടെ കൊണ്ടുപോകുമ്പോഴൊക്കെ പലരും എന്നെ കളിയാക്കുകയും പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവരുടെ ഒരു പ്രാർത്ഥന, അവരുടെ ഒരു വിശ്വാസം, അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടായിരുന്ന സ്നേഹം എല്ലാം എന്നെ വളരെയധികം ആകർഷിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2ാം വർഷം കഴിഞ്ഞ് 3ാം വർഷം ആവാറായപ്പോഴത്തേക്കും ഞാൻ നല്ല ആക്റ്റീവായിരുന്നപ്പോൾ കൂടുതൽ സമയം ജീസസ് യൂത്ത് കൂട്ടായ്മ തന്നെ ആയിരുന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് വരുന്ന സമയം ഏകദേശം എല്ലാവരും എനിക്ക് സ്ട്രെസ്സുള്ള സമയത്ത് ആ റിസൾട്ട് ഇങ്ങനെ വന്ന സമയത്ത് ആദ്യം ഞാൻ ENT പരീക്ഷയിൽ ഫെയിലായി. അത്രയും വർഷവും ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 50 മാർക്കിനായിരുന്നു പരീക്ഷ. പക്ഷേ ആ ഒരു വർഷം എല്ലാ വിഷയങ്ങളും 100 മാർക്കിനായിരുന്നു പരീക്ഷ. ENTക്ക് എനിക്ക് ആകെ കൂടെ കിട്ടിയിരുന്നത് 47 മാർക്കും, ജയിക്കാൻ വേണ്ടത് മിനിമം 50 മാർക്ക്. പക്ഷേ എൻ്റെ ബാക്കിയുള്ള 3 വിഷയങ്ങൾ നോക്കുമ്പോൾ 3 എണ്ണത്തിന് ഞാൻ പാസ്സായി. ഇങ്ങനെ ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 3 എണ്ണത്തിനും പാസ്, 1 എണ്ണത്തിനും ഫെയില്. ഒരു 6:30 സമയമായിരുന്നു എനിക്ക് ആ റിസൾട്ട് വന്ന സമയം. ഞാനിങ്ങനെ വിഷമിച്ച് കുറേ പേര് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നു. കുറേ പേര് ഇങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു, അവൻ ജീസസ് യൂത്തിൽ പോയതുകൊണ്ട് അവന് സമയം പാഴാക്കി കളഞ്ഞ, അവന് പല കാര്യങ്ങളിലും അവന് പോയ കാര്യങ്ങളെല്ലാം അവന് പല കൂട്ടുകെട്ടുകളിൽ അവൻ പോയി പെട്ടതുകൊണ്ടാണ് അവനിങ്ങനെ പറ്റിയതെന്നൊക്കെ. പക്ഷേ ഞാൻ അപ്പോഴെല്ലാം ഇങ്ങനെ ദൈവമേ എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രം ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് കോപ്പപ്പായി ഒരു 7:30 എത്തിയപ്പോൾ സൈറ്റിൽ എനിക്ക് വേറൊരു റിസൾട്ട് കാണാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം ഇല്ലാത്തൊരു സംഭവമായിരുന്നു മോഡറേഷൻ എന്നത്. ഒരു വിദ്യാർത്ഥി ബാക്കി 3 വിഷയങ്ങൾക്ക് പാസ്സായാൽ 4ാമത്തെ വിഷയത്തിന് അവന് പാസ്സാവുന്നതിൽ നിന്ന് 5 മാർക്ക് കുറവാണെങ്കിലും 5 മാർക്ക് കിട്ടി, 5 മാർക്ക് കൊടുത്ത് പാസ്സാകാനുള്ളൊരു മോഡറേഷൻ. ഒരു 7:30-8 മണി ആയപ്പോഴാണ് ഞാൻ കാണുന്നത് സൈറ്റിൽ എനിക്ക് പുതിയ റിസൾട്ട് വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, വാക്കുകളില്ല. കർത്താവെ, ഇപ്പോൾ എൻ്റെ ഫോണിൽ 2 റിസൾട്ട് ഉണ്ട്. ഒന്ന് എനിക്ക് ആദ്യം ഫെയിലായി കിടന്ന ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ടും, പിന്നെ സൈറ്റിൽ അപ്ലോഡായ എൻ്റെ പാസ് റിസൾട്ടും. എന്താണെന്ന് അറിയില്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിവേഴ്സിറ്റി ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് ഒരു റിസൾട്ട് ഒന്നും കൊണ്ട് റീപബ്ലിഷ് ചെയ്യുന്നത്. അവർക്കൊന്ന് ടെക്നിക്കൽ എറർ ആയിരിക്കാം, പക്ഷേ എൻ്റെ കൂടെ ഇരുന്ന കൂട്ടുകാർക്കെല്ലാം അതൊരു അതിശയമായിരുന്നു. കുറേ പേര് പറഞ്ഞു അത് ഭാഗ്യമാണെന്ന്. പക്ഷേ എനിക്കറിയാം, എൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്വം കൊണ്ട് മാത്രം, ദൈവത്തിലുള്ള സ്നേഹം കൊണ്ട് മാത്രം ദൈവം എനിക്ക് തന്നതാണെന്ന്. നമ്മൾ പലപ്പോഴും പറയും ദൈവകൃപ എന്നത് നമുക്ക് അത് ദാനമാണെന്ന്. അത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ലഭിച്ചതാണ്. പലപ്പോഴും ഞാൻ എൻ്റെ സീനിയേഴ്സ് എല്ലാം പോകുമ്പോൾ ഞാൻ ദിവസവും പള്ളിയിൽ പോകാൻ ശ്രമിക്കുമായിരുന്നു. ആദ്യമൊക്കെ മുടങ്ങുമെങ്കിലും, പക്ഷേ കൂടുതൽ അവരുടെ ഒപ്പമായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കുറച്ച് പേരുണ്ട്, എൻ്റെ ജൂനിയേഴ്സ് ഉണ്ട്. അവരുടെ ഒപ്പം പള്ളിയിൽ പോകുവാനും ഞായറാഴ്ചകളൊക്കെ പള്ളിയിൽ പോകാനും സ്ഥിരം ഞാൻ നോക്കുമായിരുന്നു. ഒരവസരത്തിൽ എനിക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ ട്രിപ്പ് പോകേണ്ടി വന്നപ്പോൾ എനിക്കത് മുടങ്ങേണ്ട ഒരു അറ്റം വരെ എത്തി. കുർബാന മുടങ്ങുമെന്ന് എത്തി. പക്ഷേ എന്തായാലും അന്ന് തിരിച്ച് വൈകിട്ടത്തെ വിശുദ്ധ കുർബാന കാണാൻ സാധിച്ചു. ദൈവം എത്ര മനോഹരമായിട്ടാണ് ഓരോ അവസരത്തിൽ എന്നെ നയിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ പണ്ട് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ അപ്പ പഠിപ്പിച്ച് ഓർക്കുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ക്രിസ്തീയ മൂല്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട്. വിശ്വാസം എന്നത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഈ ഒരു വിശ്വാസം എനിക്ക് വീട്ടിൽ നിന്ന് ലഭിച്ചപ്പോൾ എനിക്ക് സ്നേഹം കൂട്ടുകാരിൽ നിന്ന് ലഭിച്ചു. കൂട്ടുകാരിൽ നിന്ന് എനിക്ക് ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ നിന്ന് ലഭിച്ചു. ആ കൂട്ടായ്മയിൽ നിന്ന് ലഭിച്ച സ്നേഹം എനിക്കൊരു പ്രത്യാശ നൽകി. എൻ്റെ ഇവിടെ ഞാൻ ഹൗസ് റെസിഡൻസി കഴിയാറായിരിക്കുന്ന സമയത്ത് പ്രത്യാശയോടെ നോക്കുവാൻ സാധിക്കുന്നത്, ഈ 3 ജീവിത മൂല്യങ്ങൾ എനിക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് ദൈവാശ്രയ ബോധത്തിലൂടെയാണ്. എൻ്റെ ഈ കൊച്ചനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് കേൾക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ ആശ്രയിച്ച്, ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച്, ദൈവത്തോട് കൂടുതൽ അടുത്ത് വളർന്നു വരുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു കാലത്തും ദൈവം ഉപേക്ഷിക്കുകയില്ല എന്നെനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ പറയാൻ സാധിക്കും. നന്ദി.